ഹലോ വെൽക്കം ബാക്ക് ടു മിനൂസ് ഡയറി. ഞങ്ങളപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അവിടെ നമ്മുടെ വീട്ടിൽ പൂരാണ്, പിന്നെ ഞങ്ങൾക്കൊരു വിരുന്നുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ ടോൾ കഴിഞ്ഞിട്ട് ഒരു കടയിൽ പോയി കയറി ഞങ്ങൾ ചായ കുടിച്ചിട്ട് അപ്പോൾ ലോറിയിൽ ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങളിതാ ചായ വാങ്ങിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടായിരുന്നു, ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇറങ്ങി. പിന്നെ ഇത് അകമല എത്തി. അകമല നല്ല ഭംഗിയാട്ടോ കാണാൻ. അകമലയുടെ സൗന്ദര്യം ശരിക്കും അറിയണം. അങ്ങനെ നട്ടുച്ച വെയിലത്ത് 2 വീലറിൽ വന്നിട്ട് ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു തണുപ്പുണ്ട്, അടിപൊളിയായിരിക്കും. പിന്നെ എൻ്റെ വീടെത്തിയിട്ട് ഇന്ന് പൂരം നടക്കണ അമ്പലത്തേക്ക് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോകട്ടെ. രാവിലെ പൂരത്തിൻ്റെ സമയത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ വലിയ, അപ്പോൾ തൊഴാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തൊഴാനായിട്ട് രാവിലെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഇത് ഞായറാഴ്ച കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് ഇത്തിരി ലോങ് വീഡിയോ അല്ല, അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ സമയം ഉണ്ടായില്ല. അതാണ് എന്ന് ഇടുന്നത്. പൂര സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക തരം വൈബ് തന്നെയാണ് കേട്ടോ. ഇവിടെ എറണാകുളത്താകുമ്പോൾ നമുക്ക് ഇവിടെ പൂരങ്ങളോ ആനപ്പൂരങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൂരത്തിൻ്റെ അതൊന്നും ഇല്ല. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതൊക്കെ ഒരുപാട് മിസ് ചെയ്തത്, നമ്മുടെ നാട്ടിലത്തെ പൂരങ്ങളും വിലകളൊക്കെ. പിന്നെ ഈ പൂരം ഞങ്ങൾക്ക് ഒത്തിരി സ്പെഷ്യലാണ്. എന്താ വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പൂരമാണ്. ഈ അമ്പലം കിഴൂർ കാളികാവാണ് കേട്ടോ. പിന്നെ അമ്പലത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പുഷ്പാഞ്ജലിക്കുള്ള വഴിപാടൊക്കെ ഞങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ട് ഞാൻ അമ്പലത്തേക്ക് ഞങ്ങൾ കയറാൻ നിൽക്കുമ്പോഴാണ് ആന എഴുന്നള്ളിപ്പൊക്കെ വന്നു കേട്ടോ. പിന്നെ കൊട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കുറച്ച് നേരം ഞങ്ങളത് കണ്ടു നിന്നു. നല്ല രസമാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വോയിസ് കവർ കൊടുക്കില്ല, നിങ്ങൾക്കത് കേൾക്കാമല്ലോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇന്നലെ കാളവേലയായിരുന്നു. കാളവേലയ്ക്ക് വരാൻ പറ്റിയില്ല, വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കാളനെ കണ്ടപ്പോൾ ഇന്നലെ വരാത്തതിൻ്റെ സങ്കടം ഞാൻ ഇപ്പോൾ കണ്ടെടുത്ത് തീർത്തു കേട്ടോ. ശരിക്കും ഞങ്ങളുടെ തറവാട്ടിൽ നിന്നാൽ തന്നെ അതിൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ ഈ കാളകളൊക്കെ പോവുക. വേലയൊക്കെ അതിൽ കൂടെ പോവുക. പകുതി കാളകൾ അതിൽ കൂടെയാണ് പോവുക. ഇത് ശരിക്കും കിഴൂരും മേലൂര് 2 ദേശത്തിൻ്റെ പൂരാണ് ഇവിടെ. അപ്പോൾ പകുതി മുക്കാലും കാളകൾ ഞങ്ങളുടെ തറവാട്ടിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. ഇത് ശരിക്കും ഇപ്പോൾ കാണുന്നേക്കാളും ഭംഗി രാത്രി കാണാനാണ്, കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടേ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പൊരി, ഹൽവ, മുറുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൂരായ നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. അമ്പലത്തിൻ്റെ കുറച്ചപ്പുറത്താണ് എൻ്റെ തറവാട്, അമ്മയുടെ തറവാട്. അവിടെ മാമാരെ വീടും വലിയമ്മയുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വലിയമ്മയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ശരിക്കും വലിയമ്മയുടെ 2ാമത്തെ മോൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചതല്ലേ, അവൻ കറക്റ്റ് കാളവേലയുടെ തലേദിവസം ബൈക്കിൽ നിന്ന് ചെറിയ ആക്സിഡൻ്റായി. അപ്പോൾ അവനെയും കാണാമെന്ന് വെച്ചിട്ട് ഒന്ന് വന്നതാണ്. ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മ തണ്ണിമത്തൻ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ചൂടല്ലേ, അപ്പോൾ തണ്ണിമത്തനൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ വീണ്ടും കിഴൂർക്ക് തന്നെ പോയിട്ടോ. അവിടെ തറവാട്ടിൽ അവിടെ എൻ്റെ കസിൻ്റെ വീടുണ്ട്, ശാൽചേച്ചിയുടെ വകയായിരുന്നു പ്രാവശ്യം വിരുന്ന്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിരുന്നാണ് കേട്ടോ. അതെന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ എപ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്താണ് ഞങ്ങൾക്കുള്ള വിരുന്നൊക്കെ ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരമൊക്കെ എല്ലാവരോടും സംസാരിച്ചിരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ പതുക്കെ ഇറങ്ങി. ശാന്തമ്മയുടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ആളപ്പുറത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെ പോകുന്നു കേട്ടോ. പിന്നെ തിരിച്ച് ഒരു 3-3:30 ആയപ്പോൾ എൻ്റെ അച്ഛനും അമ്മേനെ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ പോയി പൂരം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് പറമ്പിക്ക് കേട്ടോ. പറമ്പിൽ നിന്നാണ് ഞങ്ങളുടെ വേല ഫസ്റ്റ് തുടങ്ങുന്നത്, ഞങ്ങളുടെ കമ്മിറ്റിയുടെ. അപ്പോൾ ഇപ്രാവശ്യം തമ്പോലൊക്കെ ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർ ഇവിടുന്ന് കൊട്ടി പിന്നെ മെയിൻ റോഡ് എത്തിയിട്ടാണ് പിന്നെ കൊട്ടുന്നത്. ഇത് ഞങ്ങളുടെ കമ്മിറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗരുഡ തൈ എന്നാണ് അത്ര പറയുക. അപ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് കാണാൻ നല്ല രസമാണ് കാണാൻ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ പല വീഡിയോസും എടുത്തേക്കുന്നത്, റോഡിൽ കൂടെ പോകുന്ന വീഡിയോസൊക്കെ എടുത്തേക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. കാരണം ഞങ്ങൾ കമ്മിറ്റിയുടെ കൂടെ കളിക്കുകയൊക്കെ ചെയ്തിട്ടോ, ഡാൻസൊക്കെ ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് അച്ഛനാണ് ഇവിടുത്തെ പല വീഡിയോസ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയി. രാഹുൽ മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ വീണാൽ അവൻ്റെ ചുണ്ടിന് മുറിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആണ് അവൻ മാസ്ക് വെച്ചാൽ കളിക്കണം കേട്ടോ. പിന്നെ നല്ല ലേറ്റായിട്ടോ, ഞങ്ങളുടെ വേലയൊക്കെ എടുത്തപ്പോഴേക്കും തമ്പോലാവുകൊണ്ട് ഇത്തിരി ലേറ്റായിരുന്നു. പിന്നെ ഇതൊക്കെ വേറെ കമ്മിറ്റിക്കാരുടെ ആയിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സാധനമൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ പല പരിപാടികളുണ്ട് കേട്ടോ. കുറേ പരിപാടികളായിരുന്നു ഇപ്രാവശ്യം. ആനകൾ ഇപ്രാവശ്യം കുറവും, പരിപാടികൾ ഒരുപാടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ ഇന്നലെ കാളവേല കാണാത്തത് കൊണ്ട് എല്ലാ കാളേനെയും പോയിട്ട് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാത്രി കാണാനാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഭംഗിയെന്ന്. പിന്നെ ആനപ്പൂരങ്ങളും അമ്പലത്തേക്കൊന്നും കിടക്കാൻ പറ്റില്ല, അങ്ങനെ തിരക്കായിരുന്നു. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തേക്കണേ. പിന്നെ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ എൻ്റെ മാരേജിന് മുന്നേ ആണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാ പൂരത്തിനും വേലയ്ക്കൊന്നും പോകാറില്ല. ആകെ ഈ പൂരത്തിന് മാത്രമേ കേട്ടോ പോകാറുള്ളൂ. വർഷം
ഈ വർഷം ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാരേജും കഴിഞ്ഞു, ഇവിടെ എറണാകുളത്തേക്കും പോന്നു. പിന്നെ ഭാഗ്യം പോലെ സൺഡേ വന്നു പൂരം. അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി, എന്നത്തെയും പോലെ വരാൻ പറ്റി. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഈ കുരങ്ങൻ്റെയും ഈ താറാവിൻ്റെയും ഫൈറ്റൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ക്യാമറ ഒരേ കൊത്ത്. ഇത് ഭയങ്കര നോട്ടിയാണ് കേട്ടോ ഈ ഒരു താറാവ്. നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാൻ. ഇപ്പോൾ ഈ വർഷത്തെ പൂരത്തിനുള്ള ഈ വക സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ച് അതിനുള്ളിലത്തെ ആൾക്കാർക്ക് എത്രത്തോളം ചൂടെടുക്കുന്നുണ്ടാവും അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ അതൊക്കെ വെച്ചിട്ട് നടക്കാമെന്ന് വിചാരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ പറ്റണ പോലെ വീഡിയോ എടുത്തു. അതിൻ്റെ ഓരോ തരികളൊക്കെ നിലത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികവും വീഡിയോയിൽ നേരെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് വന്നപ്പോൾ രാഹുൽ വെച്ചിട്ട് നിനക്ക് അതിനെ കൂടെ ഫോട്ടോ കൂടെ വെച്ചിട്ട് അവൻ വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ പരിപാടിയാണെങ്കിലോ തീയൊക്കെ ഇട്ടിട്ട് അതിനുള്ളിലാട്ടെ തിരിയുന്നേ. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. എനിക്ക് ആണെങ്കിൽ തിരക്ക് കാരണം വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ ഏട്ടൻ്റെ കൈ കൊടുത്തു ഫോൺ. ഏട്ടനൊരു വിധം എടുത്തു തന്നാണിത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഈ പ്രാവശ്യത്തെ പൂരം കഴിഞ്ഞു. നല്ലൊരു പൂരമായിരുന്നു. അപ്പോൾ എല്ലാവരും കാണാൻ പറ്റി, പൂരത്തിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.